ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ മുന്തിരിയും തണ്ണിമത്തനൊക്കെ എടുത്തിട്ട് വന്നതാട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ മുന്തിരിയൊക്കെ ഒന്ന് അടർത്തി കുറച്ച് മഞ്ഞളും ഒരു നുള്ളു വിനാഗിരിയും കൂടി ഒഴിച്ച വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുകയാണെങ്കിൽ അത് കുറേ നേരം കഴിയുമ്പോൾ നമുക്ക് 2-3 വെള്ളത്തിൽ കഴുകി എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. തണ്ണിമത്തൻ ഇപ്പം തന്നെ കുത്തി കലക്കി എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇന്നാണെങ്കിൽ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. ചപ്പാത്തിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ദാഹമുണ്ട് കേട്ടോ. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ നല്ല ചൂടാണല്ലോ. അപ്പോൾ ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേനും ഭയങ്കര ദാഹം. അപ്പോൾ എന്നാൽ ഇത് കുത്തി കലക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനും കൂടി എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ചെറിയ ചെറിയ പീസസ് ആക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും ഐസിൻ്റെ ക്യൂബ്സും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ എടുക്കുക. ഇതിൽ വെള്ളമൊന്നും ചേർക്കരുത്. ഇങ്ങനെ തന്നെ കുത്തി കലക്കി എടുത്താൽ മതി. അപ്പോൾ നല്ലതാണ് അങ്ങനെ കഴിക്കുമ്പോൾ. നല്ല തണുപ്പോടുകൂടി കഴിക്കണം. അപ്പോൾ അത് കഴിക്കാനെടുത്തിട്ട് ബാക്കിയുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ അത് നമുക്ക് എപ്പോഴാണെന്ന് വെച്ചാൽ പിന്നെയും എടുത്ത് കഴിക്കാം. അപ്പോൾ ആ തണ്ണിമത്തൻ്റെ വേസ്റ്റൊന്നും പിന്നെ അവിടെ ഇരിക്കുകയില്ലല്ലോ. അതുകൊണ്ടും എല്ലാം നമ്മൾ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തണ്ണിമത്തൻ്റെ ഒന്നും അവിടെ ബാലൻസ് ഉണ്ടാവില്ല. അങ്ങനെ ആ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഒന്ന് കുടിച്ച് ഒരാശ്വാസമൊക്കെ ആയിട്ട്. അപ്പോൾ കുറച്ച് തേങ്ങമുറികൾ ഇങ്ങനെ ഫ്രിഡ്ജിലിരിക്കണ 2-3 ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഇനിയാണെങ്കിൽ നോമ്പൊക്കെയാണല്ലോ വരാൻ പോണത്. ഇനി ഇങ്ങനത്തെയൊക്കെ ബാലൻസുകളൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തായാലും അത് കേടായി പോവുള്ളൂ. നോമ്പിൻ്റെ സമയത്ത് നമുക്കിതൊന്നും ആവശ്യം ഉണ്ടാവില്ല. ഇരുന്നാലും ഇത് പെട്ടെന്ന് ചൂടായിരുന്നാൽ കേടായി പോകും. അപ്പോൾ ഞാനതെല്ലാം അങ്ങോട്ട് ചിരണ്ടി എടുത്തിട്ട് ഒന്നിച്ചങ്ങോട്ട് വറുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ വറുത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് മുട്ടക്കറിക്കോ ഇറച്ചിക്കറിക്കോ കടലക്കറിക്കോ ഒക്കെ വറുത്തരച്ച് വയ്ക്കണമെങ്കിൽ ഇതെടുത്ത് എടുക്കുകയും ചെയ്യാം. വറുത്ത് വെച്ചാൽ ഇത് കേടാവുകയില്ല. പുറത്ത് വേണമെങ്കിൽ 2 ദിവസം ഇരുന്നോളും, ഫ്രിഡ്ജിൽ വെച്ചാലും എത്ര ദിവസം വേണമെങ്കിലും ഇരുന്നോളും. അപ്പോൾ അതൊന്നായിട്ട് ഞാൻ അങ്ങോട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ വേറെ ഒന്നും ഇട്ടിട്ടില്ല. ഇനി നമ്മളിത് കറി വയ്ക്കാൻ വേണ്ടി എടുക്കുമ്പോഴാണ് ഇതിലേക്ക് ആവശ്യത്തിന് ഉള്ളിയും വെളുത്തുള്ളിയും വേപ്പിലയും ഒക്കെ ചേർത്ത് ഒന്നുകൂടി വറുത്ത് പൊടികളും കൂടി ചേർത്ത് എടുക്കണത്. അപ്പോൾ പിന്നെ ഇന്ന് ഞാനിനി കറി വയ്ക്കാനായിട്ട് 2 പാവയ്ക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പച്ചമുളകും ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അരപ്പിന് വേണ്ടിയിട്ട് ഈ തേങ്ങയിൽ നിന്ന് തന്നെ കുറച്ചെടുത്തിട്ട് ഉള്ളിയും വേപ്പിലയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് വറുത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തില്ല, മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടി എടുക്കുകയാണ്. അപ്പോൾ വറുത്തരച്ച രീതിക്ക് കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ തേങ്ങയിൽ നിന്ന് തന്നെയാണ് ഞാൻ എടുത്തത്. അങ്ങനെ അതൊക്കെ വറുത്ത് ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ചൂടാറി കഴിഞ്ഞിട്ട് അരച്ചെടുക്കാം. അപ്പോഴത്തേനും പാവയ്ക്ക വേവാനായിട്ട് വെച്ചിട്ടുണ്ടായി. പാവയ്ക്ക കഷ്ണങ്ങൾ വേവായി വരുമ്പോൾ അതിലേക്ക് മാങ്ങയും തക്കാളിയും കൂടി ചേർക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് ബീട്രൂട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് തോരൻ വയ്ക്കാൻ വേണ്ടി. അപ്പോൾ പാവയ്ക്കൊക്കെ പകുതി വേവായപ്പോൾ തന്നെ ഞാൻ തക്കാളിയും മാങ്ങയുടെ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാവയ്ക്കയും മാങ്ങയും കൂടി വറുത്തരച്ച് കറി വെച്ചാൽ നല്ല ടേസ്റ്റാട്ടോ. പാവയ്ക്കയും മാങ്ങയും വറുത്തരയ്ക്കാതെ പച്ചയ്ക്കും കറി വയ്ക്കും, അതിനും വേറൊരു ടേസ്റ്റാണ്. രണ്ടും നല്ല കറികളാണ്. ഇതിപ്പോൾ ഞാൻ തേങ്ങ വറുത്തതുകൊണ്ട് വറുത്തരച്ച് വെച്ചതാണ്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു വറുത്തരച്ച പാവയ്ക്ക കറി വെക്കാറുണ്ട് മാങ്ങയൊക്കെ ഇട്ട്. മാങ്ങ ഇല്ലെങ്കിൽ പുളി പിഴിഞ്ഞൊഴിച്ചാലും മതി. പക്ഷേ പുളി പിഴിഞ്ഞൊഴിക്കുന്ന ടേസ്റ്റ് അല്ല മാങ്ങ ഇടുമ്പോൾ കിട്ടണേ കേട്ടോ, വേറൊരു ടേസ്റ്റാണ്. അങ്ങനെ അതിലേക്ക് അരപ്പൊക്കെ കൂട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പൊക്കെ പാകത്തിനാണോ എന്നൊക്കെ നോക്കി അരപ്പ് ഒന്ന് തിളച്ച് കുറുകി വരുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് താളിച്ചൊഴിച്ചാൽ മതി. അപ്പോൾ കറിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് അതൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കടുക് വറുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കടുക് വറുത്തതിൻ്റെ കൂടെ ഉലുവയും കൂടി വറുക്കണം കേട്ടോ, അപ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ ഇത് അരയ്ക്കാൻ നേരത്തും നമ്മൾ തേങ്ങയുടെ കൂടെയും 2 ഉലുവ ഇട്ട് വറുത്താലും നല്ലതാണ്. അപ്പോൾ ആ ഉലുവയുടെ ആ ഒരു ഫ്ലേവർ ഈ കറിയിൽ നന്നായിട്ട് കിടക്കും. അങ്ങനെ കറിയൊക്കെ റെഡിയാക്കി. പിന്നെ ബീട്രൂട്ട് തോരനും അതും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കയ്പുള്ള കറിക്ക് ഒരു മധുരമുള്ള കൂട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അവർ രണ്ടുപേരും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് കുറച്ച് കുഞ്ഞ് ചാള ഉണ്ടായിട്ട് അത് കഴിഞ്ഞ ദിവസം ഞാൻ മസാല വെച്ചത് ഫ്രിഡ്ജിലുണ്ടായി. അപ്പോൾ അതും അപ്പുറത്തെ അടുപ്പത്ത് ഞാൻ കൊണ്ടുപോയി ഫ്രൈ ചെയ്തിട്ടുണ്ടായി. അങ്ങനെ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കറി വെച്ചിട്ടില്ലെങ്കിൽ വെച്ച് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. അങ്ങനെ പിന്നെ ഊണൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് പിന്നെ വീഡിയോ എടുക്കാനായിട്ട് വന്നത്. അപ്പം ഞാൻ
ചായ ഇടാനുണ്ട്. അപ്പോൾ ചായ ഇടാനായിട്ട് പോകുമ്പോൾ ഇവരിവിടെ ബിസ്ക്കറ്റ് എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പം ഞാൻ ചായ ഇട്ട് വരുമ്പോഴത്തേനും ബിസ്ക്കറ്റിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടാവുമെന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ അത് ആദ്യം വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഞാൻ ചായ ഇട്ടിട്ടില്ല, ചായ ഇടാൻ പോകണുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ടാണ് ഈ ബിസ്ക്കറ്റ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയുള്ളൂ.